പഴംപൊരി ബീഫ് നല്ല കോമ്പിനേഷൻ ആണ്. പൊറോട്ട ബീഫ് ആയിരുന്നു ഒരിടയ്ക്ക്. പൊറോട്ട ബീഫിനെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്താണ്. പക്ഷെ ഇങ്ങനെ ഒരു അപകടം അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. പഴംപൊരി വറുക്കുന്നതും പാം ഓയിലായിരിക്കും. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുമ്പോ അല്ലെ സ്വാഭാവികമായിട്ടും നല്ല നെയ്യോടെയാണ് ഉള്ളിലേക്ക് എത്തുന്നത്. അത് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ കൊളസ്ട്രോളിന്റെ പോലത്തെ കൊളസ്ട്രോൾ കൂടുന്നത് കൊണ്ട് ആൻജിയോസ്ക്ലീറോസിസ്, നമ്മുടെ രക്തക്കുഴലുകൾ പ്രശ്നമാകുന്നു. രക്തക്കുഴലുകൾ പ്രശ്നമാകുമ്പോൾ ഇന്റേൺ അത് ഹൃദയത്തെ ബാധിക്കുന്നു. അങ്ങനെയാണ് അത് ഹൃദയാരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാതെ കൊഴുപ്പ് എത്തുന്നത് നമ്മുടെ മെറ്റാബോളിസം, അതിന്റെ മെറ്റാബോളിസം നടക്കുന്ന ലിവറിലാണ്. ലിവറിൽ അനാവശ്യമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. അങ്ങനെ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആവുന്നു, ഗ്രേഡ് 3 ആവുന്നു. അങ്ങനെ ലിവർ പഞ്ചർ ആകുന്നു. അങ്ങനെ ലിവറിന്റെ കാര്യമാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ കുറച്ച് കഴിയണം അല്ലേ? സ്ട്രേറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല ലിവറിന്റെ വിഷയത്തിൽ. അതെ, നമ്മള് ഹെൽത്ത് ചെക്കപ്പ് റെഗുലർ ആയിട്ട് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോയി നോക്കുമ്പോഴായിരിക്കും ഈ സ്കാനില് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഈ ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഹാർട്ടും നമ്മുടെ ലിവറും നമ്മുടെ കോളൻ ഭാഗങ്ങള് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാ മേജർ ഓർഗൻസും അഫക്റ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. നോൺ വെജ് അനിയന്ത്രിതമായിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ. പക്ഷെ നിയന്ത്രിതമായിട്ട് കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ലീൻ കട്ട് ബീഫ് നല്ലതാണ്, ചിക്കൻ ഫ്രഷ് ആയിട്ടുള്ളത് നല്ലതാണ്, ഫിഷ് ഫ്രഷ് ആയിട്ടുള്ളത് നല്ലതാണ്, മുട്ടയും നല്ലതാണ്. മുട്ടയുടെ എണ്ണത്തിൽ ഇല്ല, മുട്ടയുടെ എണ്ണത്തിന് നല്ലതായിട്ട് ആക്ടിവിറ്റി ഉള്ളവരാണ്, അതായത് എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മുട്ട 3 എണ്ണം കഴിച്ചോ പ്രശ്നമില്ല. ഒരു ദിവസം വെള്ളയും മഞ്ഞയായിട്ട് കഴിക്കാം, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. പക്ഷേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്നവർ ഒരു ദിവസം ഒരു മുട്ടയൊക്കെ കഴിച്ചാൽ മതി. അത് ഒരു മുട്ടയുടെ മഞ്ഞ കഴിച്ചെന്നും പറഞ്ഞ് ഒരു തെറ്റും വരത്തില്ല. അതിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും ശരീരത്തിന് ഹാർംഫുൾ ആയിട്ടുള്ള കൊളസ്ട്രോൾ അല്ല അത്. നമ്മുടെ പ്രശ്നം, ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കൊളസ്ട്രോൾ മുട്ടയിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. അതായത് ഹാർട്ട് പേഷ്യൻസ് ഈ കോഴിമുട്ട പേടിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യമില്ല. ഒരു ഹോൾ എഗ് കഴിച്ചാൽ ആർക്കും ഒന്നും വരത്തില്ല. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് വീണ്ടും ഹോൾ എഗിന്റെ എണ്ണം കൂട്ടാം, മുഴുവൻ മുട്ടയും കഴിക്കുന്നതിന്റെ എണ്ണം കൂട്ടാം എന്നും പറഞ്ഞ് 8ഉം 10ഉം മുഴുവൻ മുട്ട കഴിക്കേണ്ട. 2ഓ 3ഓ ഹോൾ എഗ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് കഴിക്കാം. താറാമുട്ടയുടെ കാര്യം പറയുമ്പോഴും ആരോഗ്യ സൈഡ് കൂടുതലാണെന്നാണല്ലോ എപ്പോഴും കേൾക്കാറ്. താറാമുട്ട വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് അത്രയും കൂടുതൽ പ്രോട്ടീൻ എത്തുന്നു എന്നുള്ളതാണ്. തണുപ്പാണെന്നൊക്കെ പറയുന്നത് ശരീരത്തിന് തണുപ്പാണെന്നൊക്കെ. ഇല്ല, അങ്ങനെയില്ല.